അറിയുകയില്ല. എന്താണ് ഗോപ്യമാക്കപ്പെട്ടത്? എന്താണ് അത്? മിൻ ഖുറത്തി ഐനിൻ. ഖുറത്തു ഐൻ, അയുൻ എന്ന ഐനിൻ്റെ ബഹുവചനാണ്, കണ്ണുകൾ. ഖുറത്തു അയുൻ എന്നാണ് കണ്ണുകളുടെ കുളിർമ. മിൻ ഖുറത്തി അയുൻ, കണ്ണുകളുടെ കുളിർമയിൽ നിന്ന്. കണ്ണുകൾക്ക് കുളിർമയായി അവർക്ക് ഗോപ്യമാക്കപ്പെട്ടത് ഒരാൾക്കും അറിയില്ല. അതെന്താ പറഞ്ഞത്? അത് ഹദീസുകളിൽ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സ്വർഗീയ അനുഗ്രഹങ്ങളാണ്, സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ, കണ്ണുകൾക്ക് കുളിർമയായി തങ്ങൾക്ക് ഗോപ്യമാക്കപ്പെട്ടത് ഒരു നഫ്സിനും അറിയുകയില്ല. മീൻ എന്നുള്ളത് ഇവിടെ ഒരു സംഗതിയിൽ നിന്ന് എന്നുള്ള അർത്ഥം. മിൻ ഖുറത്തി അയുനിൻ, കണ്ണുകൾക്ക് കുളിർമയായി. മിന്നിൻ്റെ ഒരു ഇത് അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ, കണ്ണുകൾക്ക് കുളിർമയായി തങ്ങൾക്ക് മറക്കപ്പെട്ടത് അല്ലെങ്കിൽ തങ്ങൾക്ക് ഗോപ്യമാക്കി തയ്യാറാക്കപ്പെട്ടത് ഒരു നഫ്സിനും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. ഒരു ഹദീസിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അഅദത്തു ലി ഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അതായത് അഅദത്തു ലി ഇബാദി അസ്സാലിഹീൻ, എൻ്റെ സജ്ജനങ്ങളായ ദാസന്മാർക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്നു, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, വല ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കോലപ്പെടുത്തിയിട്ടില്ലാത്ത, ഭാവിച്ചിട്ടില്ലാത്ത വിധമുള്ള അനുഗ്രഹങ്ങളെ ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയതാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ. അപ്പോൾ ഹദീസ് വിശദീകരിച്ച് എന്താണ് ആ കൺകുളിർക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലായത്? സ്വർഗീയ അനുഗ്രഹങ്ങളാണ്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്.